തീരദേശങ്ങളൊക്കെ എണ്ണി വരുമ്പോൾ ഒരുപക്ഷെ ചിത്രം മാറും. കാരണം എല്ലാ ഘട്ടത്തിലും മുൻപ് 5000 ലീഡ് കടന്നു എന്നുള്ളൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. 5436 വോട്ടുകൾക്ക് സുരേഷ് ഗോപി തൃശ്ശൂരിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. ഞാൻ ആലോചിക്കുന്നത്, നമുക്കറിയാം വലിയ ട്വിസ്റ്റാണ് തൃശ്ശൂരത്തിലെ സ്ഥാനാർത്ഥിത്വത്തിൽ സംഭവിച്ചത്. മുരളീധരൻ പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് പോലെ കടന്നു വരുന്നു. ഒരു മാസ് എൻട്രി മുരളീധരൻ അവിടെ സംഭവിക്കുന്നു. പക്ഷേ മുരളീധരനെ ഞാൻ ഇത്രയും നേരമായി ചിത്രത്തിൽ എവിടെയും കാണുന്നില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും ഒരു 1.5 മണിക്കൂറോളം ടൈം ആകുന്നു, എങ്കിൽ പോലും മുരളീധരന്റെ കൃത്യമായ രീതിയിൽ ചിത്രത്തിൽ വന്നിട്ടില്ലെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. തിരുവനന്തപുരത്ത് 450 ആണെങ്കിൽ അവിടെ 5000 കടന്നിരിക്കുന്നു. തൃശ്ശൂരിൽ 5000, BJP 5000 കടന്നിരിക്കുന്നതെന്നാണ്, BJPയുടെ ഭൂരിപക്ഷം 5000 കടന്നിരിക്കുന്നതെന്നാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് മുന്നിലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് NDA മുന്നിട്ട് നിൽക്കുന്നു, ആറ്റിങ്ങലിൽ LDF ഇപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കൊല്ലം, പത്തനംതിട്ട, മാവേലിക്കര, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, ചാലക്കുടി മണ്ഡലങ്ങളിൽ UDF തന്നെയാണ്, മാറ്റമില്ലാതെ തുടരുകയാണ്. ആലത്തൂർ മാറ്റമില്ലാതെ തന്നെ, ആലത്തൂർ LDF കെ രാധാകൃഷ്ണൻ അവിടെ മുന്നിട്ട് നിൽക്കുന്നു. പാലക്കാട് അടക്കമുള്ള പാലക്കാട്, പൊന്നാനി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, വടകര മണ്ഡലങ്ങളിൽ, കാസർഗോഡ് മണ്ഡലങ്ങളിൽ UDF തന്നെയാണ് വലിയ മേൽക്കൈ UDFന് നേടുന്നതെന്നാണ് കാണേണ്ടത്. അതേസമയം